ഓക്കെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്താ പഠിച്ചത്? കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഫസ്റ്റ് ലെസന്റെ. ഓക്കെ, അതിന്റെ ബാക്കി നമുക്ക് പറയാം അല്ലെ. ഓക്കെ, all of you take your textbook, page number 9. എല്ലാരും 9ാമത്തെ പേജ് എടുത്തേ. ഓക്കെ, അതില് 5ാമത്തത് അല്ലെ, അതുവരെ നമ്മൾ ഫിൽ ചെയ്തില്ലേ? ഓക്കെ, അതിൽ 5ാമത്തത് എന്താണ്? പൂരിപ്പിക്കുക. പൂരിപ്പിക്കുക. കണ്ടോ മക്കളെ? ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നന്മകൾ നിറയും ഡേഷ് അല്ലേ. അടുത്ത കോണം ഫില്ലല്ല അല്ലെ. എന്താ എഴുതേണ്ടത്? എന്താ എഴുതേണ്ടത്? മലയാളം എഴുതിക്കോ. മലയാളം എഴുതാനറിയോ? ആദ്യം മനസ്സിലായോ? ആദ്യം ഓക്കെ. ആ 3ാമത്തെ കോളം അല്ലേ. അപ്പോ നന്മകൾ നിറയും മലയാളം. മലയാളം എഴുതാൻ അറിയോ മക്കൾക്ക്? Yes, the ma la ആ ചിഹ്നം അല്ലേ. യാ ല അല്ലേ. ഓക്കെ, അപ്പോ ഇതാണ് ആ 3rd കോളത്തിൽ ഇടേണ്ടത് അല്ലേ. നെക്സ്റ്റ് അടുത്തത് എന്താ നോക്കിയേ? പൂവുകൾ അണിയും. പൂവുകൾ അണിയും മലയാളം. നെക്സ്റ്റ് കോളത്തിൽ എന്താ ഇടേണ്ടത്? മലയാളം. അടുത്തെന്താ? ബോർഡിൽ വരക്കരുതേ. നെക്സ്റ്റ് ഡേഷ് നിൽക്കും മലയാളം. എന്താണ്? ഡേഷ് നിൽക്കും മലയാളം. എന്താ ജോവിനെ? ആ ഡേഷിൽ എന്താ ഫില്ല് ചെയ്യേണ്ടത്? ആ ചിരിച്ചു അല്ലേ. ഓക്കെ, മനസ്സിലായല്ലേ? ചിരിച്ചു നിൽക്കും മലയാളം. ചിരിച്ചു എഴുതിക്കോ. ച ഈ ചിഹ്നം. ച എഴുതി ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. ച വള്ളി അല്ലേ, ഈ ചിഹ്നം ഇട്ടു. യാ എഴുതി ഈ എന്ന ചിഹ്നം അല്ലേ. ചിരിച്ചു എഴുതരുതേ. മിസ്സിന്റെ ബോർഡിൽ ആരും എഴുതരുത്, അവരവരെ ബുക്കിൽ മാത്രം കേട്ടോ. ചിരിച്ചു. ചിരിച്ചു നിൽക്കുന്ന അവിടെയുണ്ട്. ചിരിച്ചു. ഓക്കെ, ച എഴുതിട്ട് എന്ത് ചെയ്യണം? ചിരിച്ചു. ഓക്കെ, ചിരിച്ചു. അപ്പൊ ഇതാണ് നിങ്ങൾ ആ ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് നിൽക്കുന്നുണ്ട്. 3rd കോളത്തിൽ എന്താ എഴുതേണ്ടത്? മലയാളം. അത് മിസ് ഇവിടെ ഫസ്റ്റ് എഴുതി തന്നിട്ട് മലയാളം. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തത് പുളകം. ഡേഷ് പകരും മലയാളം. എന്താ പകരുന്നത്? പുളകം പകരും മലയാളം. പുളകം എങ്ങനെ എഴുതും? പാ എഴുതിയിട്ട് ഏത് ചിഹ്നം ഇടണം? ഊ എന്ന ചിഹ്നം. പാ എഴുതി ഊ ചിഹ്നം. ലാ എഴുതി കം. കാ എഴുതി അനുസ്വാരം. ഓക്കെ, എഴുതുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ മക്കള്. ചിഹ്നങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എഴുതണം. പുളകം അല്ലെ. പുളകം പകരും മലയാളം. അപ്പൊ 3rd കോളത്തിൽ എന്താ എഴുതേണ്ടത്? മലയാളം. അടുത്ത ലാസ്റ്റ് വൺ കണ്ടോ? അതിലെ പൂരിപ്പിക്കുക എന്നുള്ളതില് ഡേഷ് ഡേഷ് മലയാളം. എന്താ എഴുതേണ്ടത്? നമ്മുടെ നാടീ മലയാളം. ആദ്യത്തെ കോളത്തിൽ എന്ത് എഴുതണം? നമ്മുടെ. നാ എന്നിട്ട് കൂട്ടക്ഷരമായ ഉമ്മാന്റെ മായുടെ ഉമ്മ കൂട്ടിയിട്ട് ഉമ്മ എഴുതണം.
എന്നിട്ടോ ഊച്ചിഹ്നം ഇടണം. ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മുടെ ചിഹ്നം കണ്ടോ, എന്നിട്ട് ട. നമ്മുടെ, നമ്മുടെ നാടി അല്ലെ. അടുത്ത എന്താ അതിന്റെ നാട് അല്ലെ, നാടി. നമ്മുടെ നാടി മലയാളം, അതല്ലേ നമ്മളല്ലേ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ എഴുതി? ആ നന്മകൾ നിറയും മലയാളം, നമ്മുടെ നാടി മലയാളം എന്നാണ് വേണ്ടത് അല്ലെ. അപ്പൊ എന്തൊക്കെ? നന്മകൾ നിറയും മലയാളം, പൂവുകൾ അണിയും മലയാളം, ചിരിച്ചു നിൽക്കും മലയാളം, ഉലകം പകരും മലയാളം, നമ്മുടെ നാടി മലയാളം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയോ മക്കളെ? ഡിഡ് യു ഫിനിഷ്? ആയോ? ഓക്കെ, ഫിനിഷ് ആയോ? നെക്സ്റ്റ് വൺ എന്താണ്? ആറാമത്തെ എന്താ പറയുന്നത്? ചൊല്ലി രസിക്കാം അല്ലേ. ചൊല്ലി നോക്കിയ എല്ലാവരും. എന്താണ്? പൊന്നോണത്തിൻ നാടേത്, പൂക്കൾ ചിരിക്കും മലയാളം, വഞ്ചിപ്പാട്ടിൻ നാടേത്, തുഞ്ചൻ പുകഴും മലയാളം, നന്മകൾ നിറയും നാടേത്, നമ്മുടെ രാജ്യം മലയാളം. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് ചൊല്ലി രസിച്ച എല്ലാവരും. എന്താണ്? പൊന്നോണത്തിൻ നാടേത്. പാടറ മിസ്സിന്റെ കൂടെ ഉറക്കെ. പൊന്നോണത്തിൻ നാടേത്, പൂക്കൾ ചിരിക്കും മലയാളം, വഞ്ചിപ്പാട്ടിൻ നാടേത്. ഏതാണ്? തുഞ്ചൻ പുകഴും മലയാളം, നന്മകൾ നിറയും നാടേത്, നമ്മുടെ രാജ്യം മലയാളം. ഏത് രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്? മലയാള നാട്. ഏതാണ്? നമ്മുടെ രാജ്യം അല്ലേ, നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുന്നല്ലേ. ഓക്കെ, നമ്മുടെ നാടേത്? ഓക്കെ, മലയാള നാട്. ഓക്കെ, എല്ലാവരും ഒന്ന് പാടി നോക്കിയേ. ഫിലിസ്റ്റൻ എന്ന് പാടി നോക്കി എല്ലാ മക്കളും അത് കേട്ടോ. അപ്പൊ നമ്മുടെ ആ പാഠം ഫിനിഷായി. മിസ് ഒന്നുകൂടി വായിക്കാം മൊത്തം. എന്ത്? ആദ്യം നമ്മുടെ പദം പരിചയപ്പെടാം, അത് ഞാൻ എഴുതി ക്വസ്റ്റ്യൻ ആൻസറും എഴുതുന്നുണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? അതായത് പേജ് നമ്പർ 8 യോജിച്ച വരികൾ കണ്ടെത്തി ചിത്രങ്ങൾക്ക് നേരെ എഴുതുക. മക്കളെല്ലാവരും ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്തതെന്നാണ്. എന്താണ് ആദ്യത്തെ? പൂവുകൾ അണിയും മലയാളം, ഉലകം പകരും മലയാളം. അടുത്ത പിക്ചർ എന്താ? കാടും പുഴയും. എന്തായാലും നമ്മള് കാടും മലയും തോടും പുഴയും ചേരും നാടൻ മലയാളം. അടുത്തത് തിരുവോണത്തിൻ നാടാണല്ലോ ചിരിച്ചു നിൽക്കും മലയാളം. അടുത്ത കേരളത്തിന്റെയാണ് അല്ലെ. കേരം തിങ്ങും മലയാളം, കേളികളേറും മലയാളം. ഫിനിഷല്ലേ എല്ലാവർക്കും അത്? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നാട് ചേർത്തെഴുതുക. നാലാമത്തെ ആക്ടിവിറ്റി അല്ലെ. മല അധികം നാട്, മല പ്ലസ് നാട് മലനാട്. മാവേലി അധികം നാട്, മാവേലി നാട്. മലയാള പ്ലസ് നാട്, മലയാള നാട്. നമ്മുടെ പ്ലസ് നാട്, നമ്മുടെ നാട്. ഓക്കെ, ഫിനിഷ് ആണല്ലോ അതും. നെക്സ്റ്റ് അഞ്ചാമത്തെ ആക്ടിവിറ്റി അല്ലെ. നന്മകൾ നിറയും മലയാളം, പൂവുകൾ അണിയും മലയാളം, ചിരിച്ചു നിൽക്കും മലയാളം, ഉലകം പകരും മലയാളം, നമ്മുടെ നാടി മലയാളം. അത്രയാണ് 5 കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ചൊല്ലി രസിക്കാം എന്നാണ് ആറാമത്തെ 6th ആക്ടിവിറ്റി. എന്താ? ചൊല്ലി രസിക്കാം. പൊന്നോണത്തിൻ നാടേത്, പൂക്കൾ ചിരിക്കും മലയാളം, വഞ്ചിപ്പാട്ടിൻ നാടേത്, തുഞ്ചൻ പുകഴും മലയാളം, നന്മകൾ നിറയും നാടേത്, നമ്മുടെ രാജ്യം മലയാളം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാഠം ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? ഈ പാഠത്തിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു അർത്ഥങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഒരു
മൂന്ന് 3 ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, പിന്നെന്താ അർത്ഥമുണ്ട് അല്ലെ. അർത്ഥം എന്ന് പറഞ്ഞാൽ പദം പരിചയപ്പെടാനുള്ള കേരം, തെങ്ങ് അല്ലെ, കേളി കേൾവി കേട്ട, തിന്നുക അറിയുക, നന്മ നല്ലത്, ഉലകം രോമാഞ്ചം, ഇത്രയും നമ്മൾ അർത്ഥം വരുന്നു. അപ്പൊ എന്ത് ചെയ്യണം, അടുത്ത ഇനി ഒരു മലയാളം ക്ലാസ് ഉണ്ടല്ലോ നമുക്ക് അടുത്ത ആഴ്ച. അപ്പോഴേക്ക് എന്ത് ചെയ്യണം മക്കൾ, ഇത് കാണാതെ പഠിക്കോ? നമുക്ക് ചെറിയൊരു ക്ലാസ് ടെസ്റ്റ് ഇട്ടൂടെ? റെഡിയാണോ എല്ലാവരും? യെസ് യെസ് ആണെങ്കിൽ ഒന്ന് കാണിച്ചിരുന്നവരും കൈ. അപ്പൊ അടുത്ത ആഴ്ചയിലാണേ. ഓ വെരി ഗുഡ് ഐഫന. ഓക്കെ, അപ്പൊ എല്ലാരും കാണിക്കുന്നില്ലേ? ജോവിൻ കാണിച്ചു, അമൃത, സിദ്ധാർത്ഥ്, അഫ്രാസ്, ഹാദിയ, ഹാദി ഹൈദർ, നാസ മറിയം, അനാമിക, അൻവിത കെ, ഐഫൂന, സൽമാൻ നാസർ, ദീക്ഷിത് ബി, ആദിത് അനൂപ്, ദേവർഷ, ദേവാങ് കെ, നൈല ഷക്കീർ, ദീക്ഷിത് ബി, നിയാദാസ്, ബിയോണ നോബിൾ, ജിയ റോസ്, അനുഗ്രഹ ബ്രിജിത്ത്, ഷഹ്ബറ, ഇഷിക രാജ്, അലൻ ജോസഫ്, റിച്ചാർഡ് സിജോ, അഫ്രാസ് പി കെ, ഹാദി ഹൈദർ, മുഹമ്മദ് ആബിസ്. നെക്സ്റ്റ് ആരാ? അഫ്രാസ് പി കെ ഉണ്ട്. പിന്നെ ആരാ? നിവേദ്യ വിനോദ്, അമാൻ മാധവ്, സാവിയോ ജോയ്, പിന്നെ റയാൻ വിജേഷ്, സൽമാൻ നാസർ, ദേവാംഗിനെ മിസ് വിളിച്ചു, നൈല ഷക്കീർ, റയാൻ പി പി, അശ്വിനി ആർ, അനാമിക പി രാജ്, നീലാഞ്ജന കെ വി, മുഹമ്മദ് മുക്താസിം, അയാൻ വിജേഷ്, റസീം, ഇർഷാദ് ആണോ ഇവിടെ? എച്ച് എ മീരാൻ മനുകളെ ഇർഷാദ് ആയിരിക്കും അല്ലെ? സാവിയോ ജോയിന് വിളിച്ചു, ഷർബർ. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും റെഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം? ഫാത്തിമ കെ എം, ഓക്കെ, ആയുഷ് വി വി, റിസ്വാൻ, എല്ലാരും പഠിച്ചിട്ട് വരും അല്ലെ? ഈ ഒരു ഫസ്റ്റ് പാഠം മനസ്സിലാവാതെ ഉണ്ടോ മക്കൾക്ക്? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാഠത്തിലേക്ക് പോയിക്കോട്ടെ മിസ്. വായിക്കാനൊക്കെ പഠിച്ചില്ല? അനാമിക, അമൃതായൻ, ഓക്കെ, റിച്ചാർഡ് സിജോ, ഓക്കെ, വെരി ഗുഡ്, എല്ലാവരും റെഡിയാണ് അല്ലെ? അപ്പൊ അടുത്ത പാഠം അല്ലെ, സെക്കൻഡ് രണ്ടാമത്തെ ലെസൺ എന്താണ്? പൂച്ചക്കാര് മണി കെട്ടും അല്ലെ? അതാണ് അടുത്ത ലെസൺ. നിങ്ങളുടെ ഒക്കെ വീട്ടില് പൂച്ചയുണ്ടോ? പൂച്ച എന്ന് പറഞ്ഞാൽ അറിയോ എല്ലാവർക്കും? കാറ്റ് അല്ലെ, ഇംഗ്ലീഷ് പറയേണ്ടി വരും അല്ലെ? പൂച്ചക്കാര് മണി കെട്ടും. ആർക്കൊക്കെ പൂച്ചയുണ്ട്? അല്ല, ഓമനിച്ച് വളർത്തുന്ന പൂച്ചയുണ്ടോ? പഠിച്ചൊക്കെ ചെയ്തൊക്കെ അല്ലേ പൂച്ചേനെ വളർത്തിട്ട് അല്ലെ? പൂച്ചയുടെയൊക്കെ മാതൃ കിട്ടിയാല് വലിയ പ്രശ്നമാണ് അല്ലേ? ചെറുണ്ടാവും ഓമനിക്കുന്ന മടിയിലൊക്കെ വെച്ചിട്ട് വളർത്തുന്ന പൂച്ചയൊക്കെ ഉണ്ടാവും അല്ലെ എല്ലാവർക്കും? അപ്പൊ എന്താ നമ്മളിവിടെ എന്താണ് പാഠത്തിന്റെ ലെസന്റെ പേരെന്താ? പൂച്ചക്കാര് മണി കെട്ടും അല്ലെ? എന്താണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോ? അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? ഇല്ലേ? നമ്മൾ ആമയും മീനും വന്ന് മറിച്ച കഥയുണ്ട്, കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ കഥയുണ്ട്, അങ്ങനെ ജന്തു കഥകൾ ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് വായിക്കാം അല്ലെ? പൂച്ചക്കാര് മണി കെട്ടും എന്ന പാഠഭാഗം ഒന്ന് വായിക്കാം. എല്ലാവരും നല്ല വൃത്തിയിൽ ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോ പേജ് നമ്പർ 10 അല്ലെ? കണ്ടോ എല്ലാ മക്കളും? കണ്ടൻ പൂച്ച അന്നും ചാടി വീണു. പതിവ് പോലെ എലികൾ ചിതറിയോടി. പാവം ചിണ്ടനെലി. അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്ന് കുതറി നോക്കി. അവൻ അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ടെന്താ? പൂച്ചയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുമോ? അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞു. ഓടിപ്പോയ എലികൾ മാളത്തിൽ ഒളിച്ചിരുന്നു. ഇത് കണ്ട് അവ പേടിച്ചു വിറച്ചു. നാളെ ആരാണ് കണ്ടന്റെ പിടിയിൽപ്പെടുക? അതോർത്ത് എലികളുടെ ഉള്ള് ഇടുങ്ങി. ഇങ്ങനെ എലികൾക്ക് ജീവിക്കാനാവില്ലല്ലോ, എന്തെങ്കിലും പോംവഴി കാണണം. മുണ്ടനെലി ആലോചിച്ചു. അവൻ എലികളെയെല്ലാം വിളിച്ചുകൂട്ടി.
കണ്ടൻ പൂച്ച നാളെയും വരും, ആരെങ്കിലും പിടിച്ചു തിന്നും. അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള വഴി കണ്ടെത്തണം. മുണ്ടൻ എലികളോട് പറഞ്ഞു. കണ്ടൻ പമ്മി പമ്മിയല്ലേ വരുന്നത്, ഒട്ടും ഒച്ചയുണ്ടാവില്ല. പിടിച്ചു കഴിഞ്ഞാലേ നാം അറിയുകയുള്ളൂ, പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക? കിണ്ടനെലി ചോദിച്ചു. അവന്റെ വരവ് മുൻകൂട്ടി അറിയണം, എന്നാൽ രക്ഷപ്പെടാൻ പറ്റിയേക്കും. അതിനെന്തു വഴി? കുണ്ടനെലി ചോദിച്ചു. കണ്ടന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാലോ? അവൻ വരുമ്പോൾ മണി കിലുങ്ങും, അത് കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാം. മുണ്ടൻ പറഞ്ഞു. അത് കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷേ മണി എവിടുന്ന് കിട്ടും? തുണ്ടന് സംശയം തീർന്നില്ല. ഞാൻ കൊണ്ടുവരാം. മുണ്ടൻ തന്നെ അത് ഏറ്റെടുത്തു. കണ്ടൻ പൂച്ചയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്ത് എല്ലാവരും ആശ്വസിച്ചു. അപ്പോൾ തുണ്ടന് പുതിയൊരു സംശയം ഉണ്ടായി. പൂച്ചക്കാര് മണി കെട്ടും? അത് കേട്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു പോയി. അല്ലേ? എന്താ കഥ? പൂച്ചക്കാരാ മണി കെട്ടാൻ അടുത്തേക്ക് പോകണ്ടേ? പൂച്ചക്ക് മണി കെട്ടണമെങ്കിൽ അല്ലേ? എല്ലാവരെയും പിടിച്ചു വിഴുങ്ങും. ആരെ? എലികളാ അല്ലേ? അതുകൊണ്ട് അവര് പുതിയൊരു ഉപായം കണ്ടെത്തി. എന്ത്? പൂച്ചക്ക് മണി കിട്ടിയാല് ഓക്കെ, അവൻ വരുമ്പോൾ ഈ ഒച്ച കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവും ആര്? പൂച്ച വരുന്നുണ്ട് എന്നല്ലേ? പക്ഷെ കെട്ടാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ അവര് പിടിച്ചു തിന്നില്ല അവൻ എലികളെ. ഓക്കെ, അത്രേ ഉള്ളൂ കഥ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. കണ്ടൻ പൂച്ച അന്നും ചാടി വീണു. പതിവ് പോലെ എലികൾ ചിതറിയോടി. പാവം ചിണ്ടനെലി, അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്ന് കുതറി നോക്കി, അവനെ അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ടെന്താ? പൂച്ചയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരുമോ? അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞു അല്ലേ? ആരൊക്കെയുള്ളതില്? ചിണ്ടനെലിയുണ്ട്, തുണ്ടനെലിയുണ്ട്, എത്ര ആളായിട്ടല്ലേ? എലികൾക്ക് കുറെ പേരുണ്ട്. ചിണ്ടൻ, തുണ്ടൻ, പിന്നെന്താ മുണ്ടൻ അല്ലേ? ഒരുപാട്. പൂച്ചക്കാണ് കണ്ടൻ പൂച്ചാണ് പേരല്ലേ? അപ്പോ കണ്ടൻ പൂച്ച അന്നും ചാടി വീണു എന്ന് പറയണത് എന്താ? എല്ലാ ദിവസവും ചാടി വീഴാറുണ്ട് അല്ലേ? എലികളെ ഓരോരാളെ അവൻ ഭക്ഷണാക്കും അല്ലെ? അപ്പൊ പതിവ് പോലെ പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ ദിവസവും ഉണ്ടാവില്ല അല്ലേ? കൃത്യമായി ദിനചര്യ അല്ലെ? പതിവ് പോലെ എലികൾ ചിതറിയോടി. പൂച്ച വരുമ്പം തന്നെ എലികൾ എന്ത് ചെയ്തു? പേടിച്ചോടാൻ തുടങ്ങി. പാവം ചിണ്ടനെലി, അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ ആര്? ചിണ്ടനെലി അവന്റെ പിടിയിൽ പെട്ടുപോയി. അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്ന് കുതറി നോക്കി. കുതറി നോക്കുക എന്താണ്? കുതറുക എന്താണ് അർത്ഥം? കുതറുക. നമ്മളിപ്പം എന്തെല്ലോ കളിക്കാറുണ്ട്, പല്ലി എന്നെല്ലാം മറ്റു പോയി. അപ്പൊ എല്ലാരും പിടിക്കുമ്പോ നമ്മൾ അവിടുന്ന് കുതറും. കുതറുക എന്താ അർത്ഥം? ആർക്കറിയാം കുതറുക എന്താ അർത്ഥം? അറിയോ ആർക്കെങ്കിലും? കുതറുക എന്താണ്? മാറുക അല്ലെങ്കിൽ രക്ഷപ്പെടുക അല്ലെ? കുതറുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവൻ ഒന്ന് കുതറി നോക്കി, രക്ഷപ്പെടാനുള്ള ശ്രമം ഒക്കെ നോക്കി, പക്ഷെ പാഴായിപ്പോയി അല്ലെ? എന്ത് ചെയ്തു? അവനെ അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. ദയനീയം എന്താ അർത്ഥം മക്കളെ? ദയനീയം ദയനീയമായി പറഞ്ഞ ദയനീയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദയ തോന്നിക്കത്തക്കത് അല്ലെ? ദയനീയ ഭാവത്തിൽ നിന്ന് പറഞ്ഞ എന്താ? സഹതാപം തോന്നുന്ന വിധത്തിൽ അല്ലെ? ദയനീയമായി എന്നെ കൊല്ലല്ലേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നതിന്റെ അർത്ഥത്തില്, ഞാൻ പാവാണ് എന്നതിന്റെ അർത്ഥത്തില് നോക്കിയല്ലേ? ദയനീയമായി കണ്ടനെ നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല അല്ലെ? പൂച്ച എന്ത് ചെയ്തു? ഒരു ദയവും കാണിച്ചില്ല, അവനെ കടിച്ചു തിന്നുകയും ചെയ്തു അല്ലെ? ഒരു ഫലവും ഉണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ട് എന്താ? പൂച്ചയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുമോ? അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞല്ലേ? എലി എത്ര കരഞ്ഞിട്ട് എന്താ? ഒരു ഫലവും ഉണ്ടായില്ല അല്ലെ? ഒരു ലെവലേശം ദയ ആർക്കുണ്ടായില്ല? നമ്മുടെ കണ്ടൻ പൂച്ചക്ക് ഉണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ അതാ ചോദിച്ചത്, എലി എത്ര കരഞ്ഞിട്ട് എന്താ?
എന്താ മോനെ പറഞ്ഞോ. എന്റെ വീട്ടില് പൂച്ചയുണ്ട്. പൂച്ചയുണ്ടല്ലേ? കടിക്കാതെ നോക്കണേ, മാന്താതെ കേട്ടോ. അതിന്റെ നഖമൊക്കെ കൂർത്തായിരിക്കും കേട്ടോ. നല്ല പൂച്ച, നല്ല സുന്ദര പൂച്ച. എന്താ ബിയാണക്ക് നല്ല സൂപ്പർ സുന്ദരനായ പൂച്ചയുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്താണ് പേര്? കിറ്റി. കിറ്റിപ്പൂച്ചയുണ്ട് കേട്ടോ. കിറ്റിപ്പൂച്ച എന്നാണ് പൂച്ച, ബിയോണയുടെ പൂച്ചയുടെ പേര്. ആർക്കൊക്കെ ഉണ്ട് വേറെ പൂച്ച? നാസാമറിയത്തിനുണ്ട് അല്ലേ? നാസാമറിയത്തിന്റെ പൂച്ചയുടെ പേരെന്താ? ദേവു. ഓക്കെ, വെരി ഗുഡ്, സ്വീറ്റ് നെയിം. നെക്സ്റ്റ് ആരാ? കിറ്റി നല്ല പേരാണ്. നെക്സ്റ്റ് ആരാ? ആർക്കാണുള്ളത്? ദേവർഷക്ക്. പറഞ്ഞോ ദേവർഷ. എന്താ ദേവർഷ? പൂച്ചയാണ്. ആണോ? സുന്ദരിയാണോ അതും അല്ലെ? ആണോ പെണ്ണോ? പൂച്ചയാ. ഇതാ അഫ്രാസ് പൂച്ചനെ കാണിക്കുന്നുണ്ടോ നിങ്ങളെ? നോക്കിയെല്ലാവരും. ഇതാ ഒരു സുന്ദരം പൂച്ചയുണ്ട്, നല്ല വൈറ്റ് അല്ലേ? കണ്ടാ? അപ്പൊ എല്ലാവർക്കും കേട്ടിണ്ടേ. പിന്നെ ആർക്കാ ഉള്ളത്? കണ്ടോ എല്ലാവരും? എന്താണ് അഫ്രാസി അതിന്റെ പേര്? സ്വീറ്റ് നെയിം ഉണ്ടോ? എന്താണ്? മിട്ടു മിട്ടു തട്ടു, കൊറേ പേരുണ്ട് കേട്ടോ. 3 എണ്ണ? 3 പൂച്ചയുണ്ട് അഫ്രാസിന്റെ വീട്ടില്. അതിൽ ഒന്നിനെയാ കാണിച്ചത്. അവന് കൂടുതൽ ഇഷ്ടം ഇതിനോടായിരിക്കും അല്ലേ? കിട്ടു മിട്ടു തട്ടു എന്തോ പറഞ്ഞു പേര് അല്ലേ? അപ്പൊ പൂച്ച ഒരുപാടുണ്ട്, നല്ല രസം ഉണ്ടാവേ. അപ്പൊ അങ്ങനെയുള്ള പൂച്ചയുടെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ അല്ലേ? പിന്നെ ആർക്കാ ഉള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് തരണോ മിസ്സേ പറയാൻ? കൈബൊക്ക് എന്നാ കാണിച്ചു, ഞാൻ കാണും. ഓക്കെ, നെക്സ്റ്റ് ആർക്കാ ഉള്ളത്? ആർക്കെങ്കിലും മിസ്സിനോട് പറയാനുണ്ടോ? പൂച്ചേനെ കാണിക്കാനുണ്ടോ? ഇല്ല? ഓക്കെ, ഇല്ല അല്ലെ? ഓക്കെ, അങ്ങനെയുള്ള പൂച്ചയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ പൂച്ചേനെ കുറിച്ചും എലിയെ കുറിച്ചും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും അല്ലെ? എന്തൊക്കെ അറിയാം മക്കൾക്ക്? ആർക്കാ പറയാൻ ആഗ്രഹം? ആർക്കാ ആഗ്രഹം പറയാൻ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ പറയാനേ? ഉണ്ടോ? ആർക്കും ഇല്ല ഇപ്പൊ പറയാൻ? പിന്നെ ആരൊക്കെയോ എന്നോട് പറഞ്ഞല്ലോ എനക്ക് പൂച്ചയുണ്ട്, എനക്ക് പൂച്ചയുണ്ട്. അതിന്റെയൊക്കെ പേര് പറഞ്ഞേ. ഉണ്ടായിഫുന? എനിക്ക് പൂച്ചയുണ്ട്. അതാർക്കാ? പേര് പറഞ്ഞേ. ആർക്കാണൊന്ന് പേര് പറഞ്ഞേ. ഞാൻ ഫസ്റ്റ് ഓർത്തു പെൺപൂച്ച. ഈ ഞാന്റെ പേര് പറഞ്ഞേ. ഏതാ ഞാൻ? ആരാ ഞാൻ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് തരട്ടെ മിസ്. നെറ്റ് സ്ലോ ആണ് മക്കളെ. മുഹമ്മദ് ആബിസ്. എന്താ ആബിസേ? പറഞ്ഞോ. പൂച്ച വാങ്ങിച്ചില്ലേ? വാങ്ങി തന്നില്ലേ ഉമ്മ? അയ്യോ, ഒരു പൂച്ചനെ വാങ്ങലില്ല അല്ലേ? കൊഴപ്പില്ല കേട്ടാ. പിന്നെന്തുണ്ട്? പിന്നെ പറഞ്ഞോ. യെസ്, പറഞ്ഞോളൂ മോളെ.
ആ ബാപ്പ വാങ്ങിത്തരാ പറഞ്ഞിട്ടുണ്ടോ? ആ ശ്രദ്ധിക്കണേ. പൂച്ച നഖമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മള് പൂച്ചയോട് ഇടപഴകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. കണ്ട പൂച്ചയുണ്ട്. അതെ അല്ലേ? അപ്പൊ കൊറേ പേർ പക്ഷെ ആയിക്കോട്ടെ, കണ്ടൻ പൂച്ചയില്ലേ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉണ്ട് കയറ്റ് അല്ലേ? നല്ല സുന്ദരനായ കൊറേ നമ്മള് കയറ്റിനെ കണ്ടു അല്ലേ? ഇനി ആർക്കാ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് പഠിക്കാം അല്ലെ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇവർക്കൊക്കെ പറയണ്ടോ? ജോവിൻ, ജോയൽ എന്താ മോനെ പറഞ്ഞോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. അതെ അല്ലേ? ഏത് പൂച്ചയാ? എന്താ പേര്? കുഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ജിയ റോസിന് എന്താ പറയാനുള്ളത് മിസ്സിനോട്? അൺമ്യൂട്ട് ചെയ്തോ. ഒന്നുമില്ല. ഇല്ല അല്ലേ? എന്താ കൈയൊക്കെ പൊന്തിച്ചിരിക്കുന്നേ? നെക്സ്റ്റ് ഷഹ്ബറക്കോ? ഷഹ്ബർക്കും ഉണ്ടോ പൂച്ച? പറഞ്ഞോ. അനിയത്തിക്കുണ്ട് പൂച്ച. അതെ അല്ലേ? എന്താ പേര്? പേരിട്ടിട്ടില്ല. ഓക്കെ, അവിടുന്ന് നീ പിടിച്ചിട്ട് വന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ സമയം കഴിയാറായി. അടുത്ത ദിവസം നല്ല വൃത്തിയിൽ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ, സീ യു. ഓക്കെ, ബൈ. അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ.